ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയുടെ സമയമാണ്, നല്ല മഴക്കാലമാണ്. സമയത്ത് നല്ലൊരു ചൂട് ചിക്കൻ മന്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ, അതിൻ്റെ കൂടെ മല്ലിയില, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരൽപ്പം കുരുമുളക് പൊടി. ഏറ്റവും ബെസ്റ്റാണ് കുരുമുളക് പൊടി, നമ്മുടെ വയറിനൊക്കെ നല്ല പറ്റുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ കുരുമുളക് പൊടി ഞാനൊരു ഇത്തിരിയും കൂടി കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ നല്ല ജീരകം പൊടിച്ചത് അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ്. ഇതാണ് ഇതിൽ ശരിക്കൊരു നല്ലൊരു കൂട്ടെന്ന് പറയുന്നത്. നല്ലൊരു സ്മെല്ല് വരും. ഒരു 2 മാഗി ക്യൂബ് നന്നായിട്ട് പൊടിച്ച പോലെ ആക്കിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടതാണ്. പിന്നെ നമ്മുടെ കളറാണ് അത്. ഇത്തിരി ഒരുപാടൊന്നും യൂസ് ചെയ്യരുത്, നമ്മുടെ ശരീരത്തിനൊന്നും വലിയ നല്ലതല്ല. എന്നാലും നമുക്ക് ഒരിത്തിരി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ആ കളർ പൊടിയൊന്നും ചേർത്ത് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ചെറിയൊരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരൽപ്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിലിലാണ് ഇതിൻ്റെ ഈ ചിക്കൻ്റെ വേവിൽ കിടക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യണം, കാരണം എല്ലായിടത്തും എത്തണം. അപ്പോൾ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഇത് വീണ്ടും നല്ലൊരു ഫ്രൈ പാനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരനിരയായി വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മേലെ ഇങ്ങനെ അട്ടിയാക്കി വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ശരിയായ രീതിയിൽ ഇങ്ങോട്ട് വെന്ത് കിട്ടാൻ ഒരുപാട് പണിയുണ്ടാവും. അപ്പം നല്ല നിരത്തി വെച്ച് കൊടുത്തിട്ട് വേണം ചിക്കനും മസാലയെല്ലാം കൂടി വളരെ നല്ലൊരു രീതിയിൽ നിരത്തി ചേർത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ഇത് ശരിക്കും പോലെ വെന്ത് കിട്ടുക. പിന്നെ നമ്മളത് നമ്മുടെ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. ആദ്യം ഒരല്പസമയം പിന്നെ അതേപോലെ നമ്മുടെ അടുപ്പത്താണ് ഞാൻ ചോറ് വേവിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഒക്കെ സെറ്റായി, എല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൽ സെറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റിയത്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നല്ല ബസ്മതി റൈസ് അതിൻ്റെ മേലെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. ആ ഭാഗം നന്നായിട്ട് ശരിയാക്കി റെഡിയാക്കി കൊണ്ടുവരണം. ഫുള്ളും തട്ടിയിട്ട് അരിവും എല്ലാ ഭാഗങ്ങളും ഒരുപോലെ നല്ല രീതിയിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് ഇങ്ങനെ കൊണ്ടുവരണം. ഇപ്പോഴാണ് ഈ അടിയിലുള്ള മസാലയുടെ ഒരു സ്മെല്ലും എല്ലാം ആ ചോറിൽ അങ്ങോട്ട് ചേർന്ന് നല്ല എല്ലാ ഭാഗവും അതുപോലെ ശരിയാക്കി വെക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ പരത്തി റെഡിയാക്കി വെക്കണം. ഇതിങ്ങനെ വരും. അതിനുശേഷം ഞാനൊരു 4 പച്ചമുളക് 4 ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 4 അത്യാവശ്യം വലുപ്പമുള്ള പച്ചമുളകുകളാണ്. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ആവിയിൽ കിടന്നിട്ട് ചെയ്യും. വീണ്ടും സൺഫ്ലവർ ഓയിലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് ഒഴിച്ച് ആ മുളകൊന്നും കൂടി സെറ്റാക്കി വെച്ച് അതിൽ കനലിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പുക വരും. എന്നിട്ടത് നമ്മുടെ ചോറിലേക്ക് അങ്ങോട്ട് അമർത്തി വെച്ചെടുക്കാം. ഞാൻ ഇതിനൊരു ഡിഷാക്കി മാറ്റി ഉണ്ടാക്കിയതാണ്. നാരങ്ങ അച്ചാറും
അതാ ഉണ്ടോ, നാരങ്ങച്ചാറ് ഉണ്ടാക്കി വെച്ചു. എല്ലാവരും മയോണൈസാണ് ഉപയോഗിക്കൽ. ഇതിലൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് കടുമാങ്ങയും കൂട്ടിനുണ്ട്. കടുമാങ്ങാന്ന് പ്രത്യേകം പറയും. വേറൊരു മാങ്ങാച്ചാറാണിത്. ഇങ്ങനെ 3 സൈസ് അച്ചാറുകൾ ആക്കി വെച്ചതാണ്. മയോണൈസൊക്കെ ഈ മഴക്കാലിലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അത് സൂപ്പർ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നേ. അതിനതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് റെഡിയാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ല പ്രത്യേക ഒരു സ്മെല്ല് വരുന്നുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ അടഞ്ഞിരുന്നിട്ടുള്ള ഒരു തിക്കായൊരു സ്മെല്ല് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല സ്മെല്ലാണ്, നല്ലൊരു റെസിപ്പിയാണ്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഈ സൺഡേ ഹോളിഡേ ടൈമിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രുചികരമായിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള ഓരോരോ രീതിയിലൊക്കെ ആക്കി തന്നു വളരെ നന്ദി. താങ്ക് യു ഓൾ.